തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ വരുന്ന വാർത്തകൾ അത്ര ആശാവഹമല്ല. ബസ് അപകടം, ഒപ്പം ഈ CPM പ്രവർത്തകന് മർദ്ദനം, തൊട്ടു പിന്നാലെ തന്നെ പേയാട് എന്നൊരു കൊലപാതക വിവരം കൂടി പുറത്തു വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം പേയാടാണ് ഈ സംഭവം. യുവതിയെ രണ്ടാം ഭർത്താവ് മർദ്ദിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. രണ്ടാം ഭർത്താവ് പേയാട് ചിലപ്പാറ അരുവിപ്പാറം സ്വദേശി രതീഷ് വിളപ്പിൽശാല പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. വിട്ടിയം സ്വദേശി വിദ്യാചന്ദ്രൻ, 26 വയസ്സാണ് വിദ്യാചന്ദ്രനാണ് മർദ്ദനത്തെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത്. ഇന്നലെ രാത്രി ഏതാണ്ട് 10:45 ഈ മർദ്ദനം. അതായത് നാട്ടുകാരാണ് ഈ വിവരം വിളപ്പിൽശാല പോലീസിനെ അറിയിക്കുന്നത്. ഇത്തരത്തിൽ ഈ രതീഷ് വിദ്യാചന്ദ്രനെ മർദ്ദിക്കുന്നത് പതിവായിരുന്നു എന്നുള്ളതാണ് പോലീസ് തന്നെ പറയുന്നത്. നേരത്തെയും ഇയാൾക്കെതിരെ സമാനമായ പരാതി വിളപ്പിൽശാല പോലീസിൽ ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. എന്താണെങ്കിലും നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി നോക്കുമ്പോൾ വിദ്യാചന്ദ്രൻ അനക്കമില്ലാതെ വീട്ടിൽ കിടക്കുകയായിരുന്നു. തുടർന്ന് ആംബുലൻസ് വിളിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. ആശുപത്രിയിൽ വിദ്യാചന്ദ്രൻ മരിക്കുകയായിരുന്നു. വിദ്യാചന്ദ്രന് ഭർത്താവും 2 മക്കളുമുണ്ട്. ഇവർ ആദ്യ ഭർത്താവുമായി പിണങ്ങി കഴിഞ്ഞ 2 വർഷമായി ഈ രതീഷിനൊപ്പം താമസിച്ചു വരികയാണ്. മക്കൾ വിദ്യാചന്ദ്രന്റെ മാതാവിനൊപ്പമാണ് താമസിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. ഇത്തരത്തിൽ ഇയാൾ മദ്യപിക്കുന്നതും ഈ വിദ്യാചന്ദ്രനെ ഉപദ്രവിക്കുന്നതും പതിവാണ് എന്ന് പോലീസ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇയാൾ നിലവിൽ കസ്റ്റഡിയിലാണ്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾക്കൊക്കെ ശേഷമായിരിക്കും മൃതദേഹം വിട്ടു നൽകുക. എന്താണെങ്കിലും ദാരുണമായ സംഭവം തിരുവനന്തപുരം പേയാട് ഉണ്ടായിരിക്കുന്നു. രണ്ടാം ഭർത്താവ് ഭാര്യയെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയിരിക്കുന്നു.